ഹലോ ഗുഡ് മോർണിംഗ് ഗൈസ്. അപ്പോൾ അതാ അസ്മി കുട്ടൻ മദ്രസ ഇട്ടെന്ന് കേട്ടോ. ഇതേ മദ്രസ ഇട്ടപ്പോൾ ഞാൻ എന്തേ ഞങ്ങൾ കോഴിക്കോട്ട് പോകും കേട്ടോ. ട്രിപ്പൊന്നല്ല, അവിടെ റിലേറ്റീവ്സ് ഉണ്ട്, അവർക്ക് കാണാൻ വേണ്ടി പോവാണ്. അപ്പോൾ അതാ ഞങ്ങൾ ഇപ്പോൾ ചായ കുടിക്കുക കേട്ടോ. ഞാനൊരു 8:30 അസ്മിനെ കൂട്ടി കൊണ്ടുവന്ന മദ്രസന്ന്. അപ്പോൾ അതാ ഞങ്ങൾ റെഡിയായി ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. പിന്നെ വണ്ടി ഉണ്ട്, ഞങ്ങൾ വണ്ടി വിളിച്ചിട്ടാണ്. അപ്പോൾ അതാ വണ്ടിൻ്റെ അവിടെ എത്തിയപ്പോഴുള്ള കാഴ്ച കേട്ടോ. ഇതേ കണ്ട ലില്ലു പൂച്ചും മുട്ടുപൂച്ചയും കിട്ടുപൂച്ചയും എല്ലാ പൂച്ചകളും ഉണ്ട് കേട്ടോ. ഇതൊക്കെ മാമൻ്റെ വീട്ടിലത്തെ പൂച്ചക്കുട്ടികളാണ്. വലിയ പ്രായമൊന്നുമില്ല, എല്ലാവർക്കും 5-6 മാസത്തെ ആയിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ അതാ അവർ നല്ല ഭംഗിയില്ല കാണാൻ. അവരങ്ങനെ എല്ലാവരും ഒരുമിച്ച് കാണുന്നത്, അവർ എന്താ അറിയില്ല, എന്തോ ഒരു ഇതിലിങ്ങനെ വന്ന് നിൽക്കണം, ഇങ്ങനെ ഒരുമിച്ച് ഇങ്ങനെ കാണാറില്ല കേട്ടോ. അതിനതാ ഞങ്ങൾ അവിടുന്ന് യാത്ര തിരിഞ്ഞ് എല്ലാവരും ഉണ്ട്. ഞങ്ങൾ 1 2 3 4 5 6 7 8 9 10 ആളുണ്ട് കേട്ടോ. കുട്ടികളടക്കം 10 ആളാണുള്ളത്. അങ്ങനെ അതേ വണ്ടിയിലാണ് പോണത്. അങ്ങനെതാ അതിമനോഹരമായ ഒരു കാഴ്ചയാണ് ഇത്. നമ്മുടെ എഡ്രിക്കോട് എത്തിയപ്പോഴുള്ള കാഴ്ച കേട്ടോ, നല്ല ഭംഗിയുള്ള കാണാൻ. അങ്ങനെ ഫൈനലി ഞങ്ങളിതാ കോഴിക്കോട് എത്തി. പിന്നെ ഇതാ ഇതൊരു അമ്മായിൻ്റെ വീടാണ്. ഈ അവിടുത്തെ അമ്മായി വയ്യാണ്ടൊക്കെ എടുക്കണം, അപ്പോൾ അത് കാണാൻ വേണ്ടി വന്നതാണ് കേട്ടോ. അങ്ങനെ അവിടുന്ന് ഞങ്ങൾ അമ്മായിയുടെ മോൻ്റെ വീട്ടിലാണ് പോയത്. അടുത്ത വീട്ടിലേക്ക് പോയി. നല്ല മഴ വിടുന്നു. അപ്പം ഞങ്ങൾക്ക് ഉച്ചക്കത്തെ ഫുഡ് ഇവിടുന്ന് കേട്ടോ. പിന്നെ രാവിലത്തെ ഭക്ഷണം ഞങ്ങൾ കഴിച്ചിട്ടാണ് പോകുന്നത്. അപ്പോൾ പിന്നെ ആ വീട്ടിൽ നിന്നൊന്നും കഴിച്ചില്ല. അപ്പം മോൻ പറഞ്ഞ് നമുക്ക് ഫുഡ് ഇവിടുന്ന് ആക്കാമെന്ന്. അങ്ങനെ ഉച്ചക്ക് ഞങ്ങൾ ഇങ്ങോട്ട് വന്ന് നല്ല അടിപൊളി ചിക്കൻ ബിരിയാണി ഉണ്ടായിരുന്നു, ചിക്കൻ ഫ്രൈ ഉണ്ടായിരുന്നു, പിന്നെ ബീഫ് ഉണ്ടായിരുന്നു. പിന്നെ പറയാതിരിക്കാൻ വയ്യ, അവിടുത്തെ അച്ചാർ അടിപൊളി കേട്ടോ, നല്ല ടേസ്റ്റ്. പപ്പായൻ്റെ അച്ചാറായിരുന്നു, നല്ല രസം ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ എന്തൊക്കെയാണ് ഉണ്ടായിരുന്നു. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് അവിടുന്ന് പോകുന്നു. ഇപ്പം ഇത് വേറെ വീട്ടിലാട്ടോ. അങ്ങനെ ഒരുപാട് വീടുകളുണ്ട്, ഒരു 10-12 വീടറ്റുണ്ട്. എല്ലാ വീട്ടിലും ഞങ്ങൾ കയറാൻ പറ്റില്ല, കയറാൻ പറ്റിയ വീടുകൾ മാത്രമേ കയറിയിട്ടുള്ളൂ. പിന്നെ അത് വേറെ വീട്ടിൽ നിന്നാട്ടോ. ഇവിടുന്ന് ഞങ്ങൾ 4 മണിക്ക് ചായ കുടിച്ചത്. ഇത് കണ്ട, ഈ കുട്ടീൻ്റെ വീട്ടിൽ ഞങ്ങൾ ആദ്യം പോയിട്ടാണ്. അപ്പോൾ അവിടുന്ന് ചായ കുടിച്ചില്ല എന്നിട്ട് ആ കുട്ടിക്ക് ഭയങ്കര സങ്കടമായിരുന്നു. പക്ഷെ അവിടുന്ന് കുടിക്കാനുള്ള വേറെ സ്ഥലം വേണ്ടേ. ഞങ്ങൾ എന്നിട്ട് അവിടുന്ന് ചായ കുടിച്ചിറങ്ങി. ഈ വേറൊരു അമ്മായിയുടെ മോളെ വീട്ടിൽ കണ്ടിട്ട് ഞങ്ങൾ പോകുന്നത്. അവിടുന്ന് ഞങ്ങൾക്ക് 4 മണിക്കുള്ള വിഭവങ്ങൾ അവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പം ഞാൻ അത് കഴിക്കാൻ വേണ്ടി പോവുക കേട്ടോ. അല്ലാതെ അമ്പോ കണ്ണിന് കുളിർമ ഏകുന്ന എന്താ പറയുക വിഭവങ്ങളാണ് കേട്ടോ അവർ ടേബിൾ നിറച്ച് വെച്ചിരിക്കുന്നത്. ഇത്രയും വിഭവങ്ങൾ സത്യം പറഞ്ഞ ജീവിതത്തിൽ ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. ഞാൻ ഈ ടി വിയിൽ ഒക്കെ കണ്ടിട്ടുണ്ട്. പിന്നെ അത് എന്തൊക്കെയൊക്കെ ഇതിൻ്റെ പേരുകളൊന്നും അറിയില്ല കേട്ടോ സത്യം പറഞ്ഞാൽ. അങ്ങനെ ഞങ്ങൾ ആദ്യം ഇവിടെ വന്നിട്ട് പക്ഷേ ഇവർ കുക്ക് ചെയ്യാൻ കുറച്ച് സമയം വേണമല്ലോ. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ പുറത്ത് പോയിട്ട് ഞങ്ങൾ മറ്റേ വീട്ടിൽ പോയത് കേട്ടോ. പോയി നന്നാക്കുമ്പോഴത്തേന് ജസ്റ്റ് ഒരു 10-15 മിനിറ്റിൻ്റെ ഉള്ളിലാണ് കേട്ടോ വിഭവങ്ങളൊക്കെ അവർ റെഡിയാക്കിയത്. പൊറാട്ട ഉണ്ട്, ബിരിയാണി ഉണ്ട്, പിന്നെ എന്താണ് ഒക്കെ പേരുകളൊന്നും അറിയണില്ല. ഒരുപാട് വിഭവങ്ങൾ വയറ് നിറഞ്ഞു. ഇതേ കണ്ട, ഇത് മുട്ടയും പിന്നെ പഴം കൂടിയും മിക്സാക്കിയിട്ട് അതിനെന്തോ ഒരു കേക്ക് പോലെ ഉണ്ടാക്കിയാണ് കേട്ടോ. നല്ല രസമുണ്ട്. പിന്നെന്താ പറയുക, കൂന്തൽ ഫ്രൈ ഉണ്ടായിരുന്നു. അങ്ങനെ ഒരുപാട് വിഭവങ്ങൾ ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ കഴിക്കാൻ വയറില്ലാത്തതുകൊണ്ട് ഇത്തിരി കഴിച്ചിട്ടുള്ളൂ. ഞങ്ങൾ പിന്നെ വൈകിയില്ല, ഒരു 5:30-6 മണിയൊക്കെ ആയപ്പോഴത്തേന് ഞങ്ങൾ അവിടുന്ന് പോകുന്നു. ഇനി ഞങ്ങൾക്ക് നാട്ടിലെത്തണ്ടേ, ഒരുപാട് സമയം പിടിക്കും. നാളെ മദ്രസൊക്കെ ഉള്ളതല്ല, അപ്പോൾ നേരത്തെ എത്തണമല്ലോ വിചാരിച്ചിട്ട് ഞങ്ങളിതാ അവിടുന്ന് പോകുന്നു. പിന്നെ പോണ വൈക്കൽ ഞങ്ങളിതാ ബീച്ചിലും കയറിയിട്ടാണ്. ഞങ്ങൾ സാധാരണ ബീച്ചിൽ നമ്മൾ എന്താ പറയുക മിഠായി തെരുവിൻ്റെ അങ്ങനെയല്ലേ പോകും. ഇത് വേറെ സ്ഥലമാണ് കേട്ടോ. ഇവിടെ പിന്നെ വലിയ തിരക്കൊന്നുമില്ല. ഞാനതാ കുറച്ച് നേരം സൺസെറ്റൊക്കെ ഇരുന്ന് കണ്ടു. പിന്നെ അസ്മിക്ക് വെള്ളത്തിൽ ഇറങ്ങണമെന്ന് ഭയങ്കര ആഗ്രഹമുണ്ടായിരുന്നു. പക്ഷേ ഞങ്ങൾ മുൻകൂട്ടി എന്താ പറയുക കരുതിയിട്ടില്ലല്ലോ, ഡ്രസ്സൊന്നും കരുതിയിട്ടില്ല. അതുകൊണ്ട് അസ്മിനോട് ഞാൻ പറ്റൂല, അസ്മിയെ വെള്ളത്തിൽ ഇറങ്ങാൻ പറ്റില്ല എന്ന് പറഞ്ഞു. അങ്ങനെ കുറേ ഇത് ഉണ്ട് കേട്ടോ. അവർ ഇറങ്ങണം എന്നൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ എൻ്റെ മോൾ വന്നിട്ട് പറഞ്ഞ് സാരല്ലേ ജസ്താത്ത, ഞാൻ നോക്കിക്കോളാം വരെ രണ്ടാളിന്ന്. കാരണം നല്ല ഓൾക്ക് വെള്ളത്തിൽ ഇറങ്ങാൻ പറ്റുള്ളൂ. അപ്പോൾ അതിൻ്റെ ഇടയിൽ അസ്മികുട്ടൻ പാട്ടൊക്കെ പാടി നല്ല ഡാൻസ് കളിക്കുന്നുണ്ട് കേട്ടോ. ആൾ ഞാൻ ഈ വീഡിയോസ് എടുക്കണ കാണുന്നില്ല, കാണുകയാണെങ്കിൽ ആൾ സമ്മതിക്കില്ല വീഡിയോസ് എടുക്കാനിട്ടാ. ചില സമയത്ത് സമ്മതിക്കില്ല. അങ്ങനെ ഇതാ ഓള് രണ്ടാളെയും കൂട്ടിക്കാണ്ട് വെള്ളത്തിൽ ഇറങ്ങിക്കണ്. ആ ചുളിവിലാണ് ഓൾക്ക് വെള്ളത്തിൽ കളിക്കാൻ പറ്റുള്ളൂ, അതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ ഇതാ മുത്തുട്ടാ, ഇവരാണ് വണ്ടി ഓടിച്ചിരുന്ന ആൾ. പിന്നെ ഞങ്ങൾ ഒരുപാട് നേരം അവിടെ നിന്നില്ല, കാരണം മുത്തു ലോങ് ട്രിപ്പ് അധികം ഓടാത്ത കാരണം അവനക്ക് ഇനിയിപ്പോൾ രാത്രി ആവുമല്ലേ. അപ്പോൾ രാത്രി വണ്ടി ഓടിക്കാൻ ഇത്തിരി ബുദ്ധിമുട്ടാണെന്നൊക്കെ പറഞ്ഞപ്പോൾ ഞങ്ങൾ അധികം നേരം നിന്നില്ല. കുറച്ച് നേരം കുട്ടികൾ വെള്ളത്തിലൊക്കെ ഒന്ന് കളിച്ചു. പിന്നെ ഞങ്ങൾ ഇവിടുന്ന് പ്രത്യേകിച്ചൊന്നും വാങ്ങുകയൊന്നും ചെയ്തില്ല കേട്ടോ, കാരണം അവിടെ അമ്മയുടെ മോളെ വീട്ടിൽ നിന്ന് ഒരുപാട് വിഭവങ്ങൾ കഴിച്ച് വയറൊക്കെ പറഞ്ഞിട്ടാണ് പോകുന്നത്. എന്തായാലും കോഴിക്കോടൻ വിഭവങ്ങൾ അടിപൊളി. സമയത്ത് എന്താ പറയുക, വായിൽ ഇപ്പം തന്നെ വെള്ളം വരുന്നത് പറയുമ്പോൾ തന്നെ ഒരുപാട് വിഭവങ്ങളുണ്ടായിരുന്നു.
അപ്പോൾ അതൊക്കെ കഴിച്ചിട്ടാണ് ഞാൻ പോകുന്നത്. അപ്പോൾ അതാ നമ്മൾ എടരിക്കോട് എത്തിയിട്ടുണ്ട്. ഞാൻ പോകുമ്പോൾ ഉള്ള വീഡിയോസ് ഞാൻ വീഡിയോൻ്റെ എൻഡിൽ തുടക്കം കാണിച്ചത് അത് ലൈറ്റ് ഇല്ല, അത് ഇപ്പോൾ ലൈറ്റ് ഉള്ളത്, രണ്ട് വ്യത്യാസങ്ങളില്ലേ, നല്ല ഭംഗിയുള്ള കാണാൻ. അപ്പോൾ അതാ ഞങ്ങൾ ഇന്നത്തെ യാത്ര ഇങ്ങനെ തുടരുകയാണ്. ഇത് എടരിക്കോട് എത്തിയപ്പോൾ അതേ കണ്ടോ, അവിടെ എത്തിയപ്പോൾ കുറച്ച് എന്താ പറയുക ബ്ലോക്ക് വന്നിട്ട് അവർ കുറച്ച് നേരത്തെ ബ്ലോക്ക് ഉണ്ട്, ഒരു 10-15 മിനിറ്റ് ഞങ്ങൾ ബ്ലോക്കിൽ പെട്ട് എന്നിട്ടൊക്കെയാണ് ഞങ്ങൾ യാത്ര തുടങ്ങിയത് കേട്ടോ. അപ്പോൾ ഇത്രക്കുള്ളൂ ഞങ്ങളുടെ വീഡിയോ. ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യണേ, ഷെയർ ചെയ്യണേ, സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ.